സംസ്ഥാനത്ത് ശക്തമായ മഴ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ഇപ്പോൾ ഷീജ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഷീജ, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ പുതിയ മുന്നറിയിപ്പാണോ ഇത്? 12 ജില്ലകളിലാണോ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്? ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ശ്രദ്ധിച്ചാൽ അറിയാം, മുന്നറിയിപ്പുകൾ വല്ലാതെ വൈകിയെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ വന്ന വിവരങ്ങൾ വെച്ച് നോക്കിയാൽ 31-ാം തീയതി തന്നെ, ജൂലൈ 31-ന് തന്നെ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് വിവരങ്ങൾ അവർ അറിയിച്ചിരുന്നു. പക്ഷേ അതനുസരിച്ച് വേണ്ട മുന്നൊരുക്കങ്ങളിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല നമ്മൾക്ക്. അതൊരു പ്രശ്നമാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ വരുന്ന പുതിയ മുന്നറിയിപ്പുകൾ അത് വളരെ ഗൗരവത്തോടെ സർക്കാർ കാണേണ്ടതുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്, പുതിയ അലർട്ടാണോ ഇപ്പോൾ വന്നിട്ടുള്ളത്? തീർച്ചയായും ശരത്ത്, ഇപ്പോൾ 1 മണിക്ക് വന്നിട്ടുള്ള പുതുക്കിയ അലർട്ട് പ്രകാരമാണ് സംസ്ഥാനത്ത് ഏതായാലും തിരുവനന്തപുരം, കൊല്ലം ജില്ല ഒഴികെയുള്ള മറ്റ് 12 ജില്ലകളിലും ഓറഞ്ച് അലർട്ട്, അതായത് അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇന്ന് തന്നെ 12 ജില്ലയിലും അതിശക്തമായ മഴ ലഭിക്കും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ട് ആണെങ്കിൽ പോലും ഈ 2 ജില്ലകളുടെ മലയോര മേഖലയിലടക്കം അതിശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ തിരുവനന്തപുരത്ത് നഗരപ്രദേശത്ത് പോലും ഇപ്പോൾ ഒരു മൂടിക്കെട്ടിയൊരു അന്തരീക്ഷമാണ്. രാത്രിയിലുടനീളം രാവിലെ വരെയും മഴ തുടരുന്നൊരു സാഹചര്യമായിരുന്നു. ഒപ്പം തന്നെ കാറ്റിന്റെ വേഗത കൂടി നിൽക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തീരദേശ മേഖലയും മലയോര മേഖലയും ഒരുപോലെ തന്നെ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചിട്ടുള്ളത്. ഈ മുന്നറിയിപ്പുകൾ കൃത്യമായ രീതിയിൽ തന്നെ അതാത് ജില്ലാ ഭരണകൂടങ്ങൾക്കും സർക്കാരിനും അടക്കം കൈമാറിയിട്ടുണ്ട്. ഈ ഓരോ മുന്നറിയിപ്പ് വരുമ്പോഴും അത് കൃത്യമായ രീതിയിൽ തന്നെ സർക്കാരിനെ അറിയിച്ചാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നോട്ട് പോകുന്നത്. പക്ഷേ അതിൽ പല സമയങ്ങളിലും കൃത്യമായ രീതിയിൽ നടപടിയെടുക്കുന്നതിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായി എന്നുള്ളത് തന്നെയാണ് ഇതുവരെയുള്ള സാഹചര്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. ഏതായാലും ഇനിയുള്ള മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ശക്തമായ നടപടിയിലേക്ക് സർക്കാർ കടക്കട്ടെ, ജാഗ്രത തുടരട്ടെ എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ പറയുവാനുള്ളത്. ഷീജ, ഒരു കാര്യം കൂടി, മത്സ്യത്തൊഴിലാളികൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം എങ്ങനെയാണ്? കഴിഞ്ഞ നിർദ്ദേശം വ്യക്തമായി പോയില്ല. കടലിൽ തിരുവനന്തപുരത്ത് തന്നെ മത്സ്യത്തൊഴിലാളികളെ കാണാതായി, ജീവൻ നഷ്ടമായ കേസുകൾ നമ്മുടെ മുമ്പിലേക്ക് വന്നു. തെരച്ചിൽ തുടങ്ങാൻ തന്നെ 10 മണിക്കൂറിലധികം വൈകി എന്ന ആക്ഷേപമുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ മുന്നറിയിപ്പുകൾ, മത്സ്യത്തൊഴിലാളികൾ എത്രമാത്രം കരുതിയിരിക്കണം, ജാഗ്രത പാലിക്കണം, എന്താണ് പറയുന്നത്? മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം എന്ന് തന്നെയാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. കടലിൽ മത്സ്യബന്ധനത്തിന് വേണ്ടി പോകാൻ പാടില്ല, ഉൾക്കടലിലേക്ക് പോകരുത് എന്നുള്ള ശക്തമായിട്ടുള്ളൊരു ജാഗ്രതാ നിർദ്ദേശം, മുന്നറിയിപ്പ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ് അതാത് ജില്ലാ ഭരണകൂടങ്ങൾ തീരദേശ മേഖലയിൽ കൂടി പ്രത്യേക അറിയിപ്പായി നൽകേണ്ടതുണ്ട്. അവിടെയാണ് കഴിഞ്ഞ തവണ വീഴ്ചയുണ്ടായിരിക്കുന്നത്. അത് മാറ്റിക്കൊണ്ടുള്ള കൃത്യമായ രീതിയിലുള്ള മുന്നറിയിപ്പ് സംവിധാനം താഴെത്തട്ടിലേക്ക് എത്തണം എന്നുള്ളത് ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ശരത്ത്, ശരി, ഷീജയാണ് തിരുവനന്തപുരത്തു നിന്നും ഈ വിവരങ്ങൾ നൽകിയത്. അത് വളരെ ജാഗ്രതയോടെ എല്ലാവരും പാലിക്കേണ്ടതാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. മത്സ്യത്തൊഴിലാളികൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം, അതുപോലെ അതിതീവ്രമായ മഴ, വളരെ ശക്തമായ മഴ ഉണ്ടാകും. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് നിലനിൽക്കുന്നു. അതിനനുസരിച്ച് വേണ്ട കരുതലുകൾ സ്വയം ഏർപ്പെടുത്തുക, അതിന് കരുതിയിരിക്കുക. അതുപോലെ തന്നെ നിർദ്ദേശങ്ങൾ, സർക്കാർ നിർദ്ദേശങ്ങൾ പാലിക്കുക. ആ നിർദ്ദേശങ്ങൾ സമയബന്ധിതമായി നൽകാൻ സർക്കാരും ഭരണകൂട സംവിധാനങ്ങളും കൂടുതലായി ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നാണ് അതേക്കുറിച്ച് പറയാനുള്ളത്.